വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോണത് നമ്മളൊരു സ്ഥലം മേടിക്കുമ്പോൾ ആ സ്ഥലത്തിനെ കുറിച്ചല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്, അടുത്ത വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കുക. അടുത്ത വീട്ടുകാരെങ്ങനെയാണ്, നല്ല മനുഷ്യരാണോ, അവിടെ ആരൊക്കെയുണ്ട്. നമുക്ക് ചിലപ്പോൾ സ്ഥലം മേടിച്ച് പെട്ടെന്ന് ചിലപ്പോൾ വിറ്റ് പോകേണ്ടി വരും, ഭയങ്കര നഷ്ടം വരും. അതുകൊണ്ടാണ് അമ്മാതിരിയുള്ള ഒരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഒരു ദുബായിക്കാരൻ്റെ ഭാര്യയുടെ കഥയാണ്. ദുബായിക്കാരനും ഭാര്യയും അതുപോലെ തന്നെ ഒരു മകളുണ്ട്. ദുബായിക്കാരൻ ദുബായിലാണ്. അദ്ദേഹം 2 കൊല്ലം കഴിയുമ്പോഴാണ് ആകെ 10 ദിവസം ലീവിന് വരിക. ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകൾക്ക് 20 വയസ്സായി. 20 വയസ്സായിട്ടും മകള് പ്രായപൂർത്തിയായിട്ടില്ല. ഇതെന്താണ്, എന്താ കാരണം? ഇപ്പോഴത്തെ കാലത്ത് ഈ കോഴിയൊക്കെ തിന്നിട്ട് എത്രയും പെട്ടെന്ന് 8 വയസ്സാകുമ്പോൾ 9 വയസ്സാകുമ്പോഴേക്കും എല്ലൊക്കെ പ്രായപൂർത്തിയാവുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി 20 വയസ്സായിട്ടും പ്രായപൂർത്തിയായിട്ടില്ല. അപ്പോൾ അമ്മയ്ക്കും ദുബായിലുള്ള അച്ഛനും ടെൻഷനായി, പെൺകുട്ടിക്കും ടെൻഷനായി. ഇനിയിപ്പം നമ്മളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റാണ്ട് വരില്ലേ ഇങ്ങനെ പിരീഡാവാണ്ടിരുന്ന് കഴിഞ്ഞാൽ? അപ്പോൾ അത് വലിയൊരു വിഷയമായി. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു അത് ശരീരം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അത് ശരീരം ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് കുറേ മരുന്നൊക്കെ കൊടുത്തു. ഒരു രക്ഷയില്ല. അതിൻ്റെ ഇടയിൽ അയലോക്കക്കാരെ ശല്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ. ഈ ദുബായിക്കാർ പോയിട്ട് ഇത്രയും കാശുണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടാവുക അടുത്തുള്ളവർക്കാണ്. അവർക്ക് ഇങ്ങനെ കാശുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അവരങ്ങനെ ഒരുപാട് ആർഭാടായിട്ട് ജീവിക്കുന്നു, അവരുടെ വീട്ടിൽ ബെൻസ് കാറ് കിടക്കണ്, അതുപോലെ തന്നെ പല അവരുടെ വീട്ടിലില്ലാത്ത പല സാധനങ്ങൾ ഈ വീട്ടിലുണ്ടാവുക. അപ്പോൾ അതുപോലെ കണ്ണുകടി ഉണ്ടാവുക അയലോക്കക്കാർക്കാണ്. അപ്പോൾ ഇവരെ നശിപ്പിക്കാൻ ഇവരെ ഒരു വഴക്കുണ്ടാവാൻ കാരണം തന്നെ ഒരു മരമുണ്ട് ഒരു അതിർത്തിയിൽ. ആ മരം അങ്ങോട്ടൊന്ന് ചാഞ്ഞു, അതൊരു ഞാവൽ മരമാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തേക്ക് നിൽക്കുന്ന മരം വെട്ടണം, അവിടെ ചവറ് വീണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇനി ഒരു തമ്മിൽ വഴക്കാവണത്. വഴക്കായപ്പോൾ എന്തുണ്ടായി, അവർ ആ ആൽമരം തന്നെ മുറിച്ച് കളയേണ്ടി വന്നു. അതുപോലെ അപ്പുറത്തൊരു മാവ് ഉണ്ടായിരുന്നു, ആ മാവ് മുറിച്ച് കളയേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇവർ ഭയങ്കര വഴക്കണം. ആ വഴക്കിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള തലവേദനകളും. ഭർത്താവാച്ചാൽ ഗൾഫിൽ നിന്ന് വരാത്തതിൻ്റെ ടെൻഷൻ വേറെ, മകൾ പ്രായപൂർത്തിയാവാത്തതിൻ്റെ ടെൻഷൻ വേറെ. പല ഡോക്ടർമാരും കാണിച്ചു, അതൊന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഇന്നാവും നാളെ ആവും എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുക. ഈ 20 വയസ്സായപ്പോൾ പല കല്യാണാലോചനകളും വന്നു തുടങ്ങി. പഠിപ്പും കഴിഞ്ഞ് നിൽക്കല്ലേ. അപ്പോൾ കല്യാണാലോചന വന്നു കഴിഞ്ഞാൽ എൻ്റെ മോള് പ്രായപൂർത്തിയായില്ല, കല്യാണം ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നാട്ടിൽ വേറെ വല്ലതൊക്കെ പറയും, ഇവിടെ ആണാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് കല്യാണം ഇപ്പം ഇല്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു തള്ളി മാറ്റി കൊണ്ടുപോവുക. അങ്ങനെ നിൽക്കുമ്പോൾ ഈ സ്ത്രീയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നാട്ടിൽ കാണാത്ത ജ്യോതിഷന്മാരും ഇല്ല, അമ്പലങ്ങളിൽ പോകാത്ത അമ്പലങ്ങളും ഇല്ല. ഇതൊന്ന് തീണ്ടാരിയായിട്ട് കിട്ടണ്ടേ ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ആശ്രമമുണ്ട്. ആ ആശ്രമത്തിൽ ചെന്നിട്ട് അവിടെ ഒരു സ്വാമിയുണ്ട്. ഒരു സ്വാമി ഒരു പരികർമ്മയുണ്ട്. എന്നിട്ട് ചെന്നിട്ട് പറഞ്ഞു, സ്വാമി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വീട്ടിൽ. അപ്പോൾ പറഞ്ഞു എന്താണ് പ്രശ്നം? ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നേരം വെളുത്ത് എൻ്റെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഉമ്മറത്തുണ്ട് ഒരു ഓന്തിൻ്റെ തലയിൽ ആണി അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ പൂവ്, പ്രസാദം, അതുപോലെ തന്നെ കുറച്ച് എള്ള്, ഇങ്ങനെ എള്ളിൻ്റെ ഉണ്ട ഇതൊക്കെ കണ്ടു. അത് സ്വാമിക്ക് കൊടുത്തു. എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല സ്വാമി, ഇതിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലാണ്. ഗൾഫിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അടുത്ത ആരെങ്കിലും പോയിട്ട് കാണിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ സ്വാമീനെ, ഇന്നവരെ ഞാൻ സ്വാമീനെ കണ്ടിട്ടില്ല, പലരും പറഞ്ഞു കേട്ടു. അപ്പോഴാണ് സ്വാമിയുടെ അടുത്തേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മകളെ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇത് ഓന്തും തലയിൽ കൂടോത്രണം. നിങ്ങളുടെ അയലോകത്തുള്ളവർ തന്നെ ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾ അയലോക്കായിട്ട് വലിയ ബന്ധത്തിലല്ലല്ലോ. അപ്പോൾ ഓന്തും തലയിലെ കൂടോത്രം. സ്വാമി അതിനേക്കാളും വലിയൊരു പ്രശ്നം വേറെയുണ്ട്. എൻ്റെ മകള് 20 വയസ്സായിട്ട് ഇന്നവരെ തീണ്ടാരിയായിട്ടില്ല. അതെന്താണത് ഒന്ന് പല ഡോക്ടർമാരെയും കണ്ടു, ഒരു രക്ഷയില്ല. അപ്പം മകൾ പൊക്കോളൂ, മകളുടെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്, ആ വീടും പരിസരമൊക്കെ ഒന്ന് എനിക്ക് കാണണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടതെന്നുള്ള അവിടെ വെച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സ്വാമി വന്നു. സ്വാമി വന്നിട്ട് ഇവിടെയൊക്കെ ചുറ്റും നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വലിയ ദോഷങ്ങളുണ്ട്, നിങ്ങളുടെ മകൾക്ക് ഒരുപാട് ദോഷങ്ങളുണ്ട്, നിങ്ങളുടെ മകൾക്ക് സർപ്പദോഷമുണ്ട്, അതുപോലെ തന്നെ പുരുഷദോഷമുണ്ട്, അതുപോലെ തന്നെ ഈ വീട്ടിന് തന്നെ ഒരുപാട് ദോഷങ്ങളുണ്ട്. ഈ വീട് ഇരിക്കുന്നത് തന്നെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശവപ്പറമ്പാണ്. അതുകൊണ്ട് ഈ വീടിൻ്റെ അടിയിൽ മുഴുവൻ എല്ല് കഷ്ണങ്ങളും തലോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഈ വീട്ടിൽ നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് തീണ്ടാരിയാവുമോ അല്ലെങ്കിൽ വേറെ ഇതുകളുണ്ടാവുമോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം നിങ്ങൾ നശിച്ച് നാറാണക്കല്ല് പറിക്കേണ്ട സമയം വരാൻ പോകണമെന്ന് പറഞ്ഞു.
ഇത് കേട്ടപ്പോൾ സമാധാനക്കേടായി. അങ്ങനെ ഗൾഫിലേക്ക്. അപ്പോൾ അതിനിപ്പോൾ എന്ത് ചെയ്യും സ്വാമി? അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പൂജ നടത്തണം അവിടെ. 7 ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായുള്ളൊരു പൂജ നടത്തണം. അതിന് നല്ല പൈസ ചിലവുണ്ട്. ഈ ഓതും തലയിലെ കൂടോത്രത്തിൻ്റെ അടുത്ത് മാറ്റണം. ഈ വീടിൻ്റെ അടുത്തുള്ള അസ്ഥിയും കൂടങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദോഷമില്ലാണ്ട് ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങളുടെ മകൾക്ക് തീണ്ടാരിയാവണം. ഇതൊക്കെ നമുക്ക് 7 ദിവസത്തെ പൂജ കൊണ്ട് ഞാൻ ചെയ്തു തരാം. 7 ദിവസം ഞാൻ ഇവിടെ തന്നെ താമസിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഭാര്യ ഭർത്താവിനെ ഗൾഫിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണ് സ്വാമി പറയണത്, എന്താ വേണ്ടേ? അതൊന്നും നീ വിഷമിക്കണ്ട, കാശ് എത്രയാണെന്ന് വെച്ചാൽ ചിലവാക്കിക്കോളൂ. നമുക്ക് ഈ ദോഷങ്ങളൊന്നും മാറാണ്ട് നമുക്ക് അവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. നീ അടുത്തുള്ള വീട്ടുകാരെ കുത്തുപാളടിപ്പിക്കാനുള്ള പണിയും കൂടി കാശ് കൊടുത്തിട്ട് അതും കൂടി സ്വാമിനെ കൊണ്ട് ചെയ്യിക്കുക. ഒരു മറുകൂടത്രം അവർക്ക് ചെയ്യും. നമുക്ക് ഓതും തലയിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ തലയിൽ വെച്ചിട്ട് ഒരു കൂടത്രം അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിയോട് പറഞ്ഞു, ഭർത്താവ് എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു. അപ്പോൾ നമുക്ക് ഓതും തലയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് എന്ത് തലയിലാണ് നമുക്ക് കൂടത്രം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അവർക്ക് കൊടുക്കേണ്ടത് അരണേനെ പിടിച്ചിട്ട് അരണേരെ തലയിൽ അരണേരെ വയറ് കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടോത്രം ചെയ്തിട്ട് അവരുടെ അതിരിൽ കൊണ്ടുപോയി നമുക്ക് കുഴിച്ചിടാം. അത് കഴിഞ്ഞാൽ അവരവിടെ ഒരു മരണം എന്തായാലും ഉറപ്പാണ്. ഈ അരണ ചത്ത പോലെ തന്നെ അവരെ വീട്ടിലൊരു മരണം ഉറപ്പാണ്. അതാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മരണം ഉറപ്പാണ് എന്ന് പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ട് അവിടെ പൂജ തുടങ്ങി. പൂജ തുടങ്ങിയിട്ട് ആദ്യം സ്വാമി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകൾക്ക് തീണ്ടാരി ആവണ പൂജ. മകളുടെ റൂമിലാണ് അന്ന് സ്വാമി പൂജ നടത്തുന്നത്. ആരുമില്ല, മകളും ഞാനും മാത്രം പൂജ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പൂജ നടത്തുന്ന ഹോമകുണ്ടത്തിന് മുമ്പിൽ മകളെ ഇരുത്തിയിട്ട് ചോദിച്ചു, മകൾക്ക് ആർക്കെങ്കിലും ആയിട്ട് പ്രേമുണ്ടോ? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരാളായിട്ട് പ്രേമുണ്ട്. ആ ആളായിട്ട് മകൾ ലൈംഗികപരമായിട്ട് ബന്ധപ്പെട്ടോ? ഈ സ്വാമിയോട് സത്യം പറയണം, അല്ലെങ്കിൽ മുകളിലെ തീണ്ടാരി നീണ്ടു പോവുകയും ചെയ്യും, പ്രശ്നങ്ങൾ നടക്കില്ല. അപ്പോൾ പറഞ്ഞു, ആ ആളായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ആളായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തീണ്ടാരി ആവാഞ്ഞത്? നിങ്ങൾക്ക് ഈ മാസം പുറ കാണാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അതെനിക്കറിയില്ല, പക്ഷെ എന്തുകൊണ്ടോ അവനായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതുപോലെ തന്നെ അവൻ്റെ ലിംഗം വളരെ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഗൂഗിളിലും കാര്യങ്ങളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയെന്ന് ആ പെൺകുട്ടി സ്വാമിയോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇതിന് ഇംഗ്ലീഷ് മരുന്നോ മറ്റുള്ള മരുന്നുകളോ ഒന്നുമില്ല. ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടലിന് മാത്രമാണുള്ളൂ. അപ്പോൾ നീയായിട്ട് ഞാനൊന്ന് ബന്ധപ്പെട്ട നിന്നെ ഞാൻ ഇന്ന് തന്നെ തീണ്ടാരിയാക്കി തരാം എന്ന് പറഞ്ഞു. നീ ഇന്ന് തന്നെ നീ മാസം പുറ കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് എന്തെന്നെ ചെയ്താലും കുഴപ്പമില്ല, സ്വാമി ചെയ്താലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, എനിക്ക് മാസം പുറ കാണണം. എനിക്ക് അതാണ് ആവശ്യം. ഞാനൊരു പെണ്ണാണെന്നുള്ളത് എനിക്ക് തെളിയിക്കണം. അതിനിപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് അവൻ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും, മാസം പുറ വരും എന്ന് പറഞ്ഞിട്ടാണ് അവൻ ചെയ്തത്. പക്ഷെ അവൻ ചെയ്തിട്ട് ശരിയായില്ല. ഞങ്ങൾ 1-2 പ്രാവശ്യം ചെയ്തു സ്വാമി, എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഈ പരിപാടി വന്നില്ല. അപ്പോൾ സ്വാമി ചെയ്തിട്ട് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരട്ടെ. ഈ പൂജയുടെ കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനോട് പറഞ്ഞപ്പോൾ അവൻ എന്താണെന്ന് പറഞ്ഞേ, പൂജ നടക്കട്ടെ എന്നാണ് അവനും പറഞ്ഞത്. അപ്പോൾ സ്വാമി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ സ്വാമിക്ക് വളരെ സന്തോഷമായി. സ്വാമി അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് കയറി മേഞ്ഞു എന്ന് മാത്രമല്ല, അത് കഴിയുന്നതോടുകൂടി അവൾ തീണ്ടാരിയായി. അങ്ങനെ അവൾ ഭയങ്കര ഹാപ്പി. അതിനേക്കാൾ വലിയ ഹാപ്പി ഇവിടെ എന്താ പരിപാടിയാണ് നടന്നതെന്നൊന്നും അമ്മയ്ക്കറിയില്ല. അമ്മ വാതിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മകൾ പൂജ കഴിഞ്ഞു, നിങ്ങളുടെ മകൾ തീണ്ടായി. ഇവിടെ ഒരു പൂജ ഉണ്ടായിരുന്നില്ല, ഒരു മണ്ണാങ്കട്ടി ഉണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. നിങ്ങളുടെ മകൾ പൂജ കഴിഞ്ഞോടുകൂടി തീണ്ടാരിയായി പോയി. ഇനിയിപ്പോൾ 7 ദിവസം ഇവിടെ അശുദ്ധമായി. അപ്പോൾ അതുകൊണ്ട് 7 ദിവസത്തേക്ക് ഞാൻ എൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി അപ്പോൾ പറഞ്ഞു, ഈ ഒരു സ്റ്റെപ്പ് പൂജയ്ക്ക് എനിക്ക് എൻ്റെ ഫീസ് 1 ലക്ഷം രൂപയെന്ന് പറഞ്ഞു. സ്വാമി പൈസ നമുക്കൊരു പ്രശ്നമേ അല്ല. അപ്പം തന്നെ സ്വാമിക്ക് 1 ലക്ഷം രൂപ കൊടുത്തു. അപ്പോൾ പറഞ്ഞു, നമ്മളുടെ ആശ്രമം ഒന്ന് വികസിപ്പിക്കണമെന്നുണ്ട്, അവിടേക്കൊന്ന് കുറച്ച് പണികളൊക്കെ നടത്തണം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഭർത്താവിനോട് വിളിച്ച് പറഞ്ഞ്
അതിൻ്റെ പുനരുദ്ധാരണ ഫണ്ടിലേക്ക് ഒരു സംഭാവന കൂടി അദ്ദേഹത്തിനോട് തരാൻ പറയണം. ഇത്രയും വലിയ കാര്യം ഞാൻ നടത്തി തന്നില്ലേ എന്ന് പറഞ്ഞു. അതൊക്കെ പറയാൻ സ്വാമിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് കാക്കല വീണ്, ഭാര്യ കാക്കല വീണ് ഒരുപാട് അത് പറഞ്ഞു. മകൾക്ക് മനസ്സിലായി ഇത് നമ്മൾ നീണ്ടാരിയായത് സ്വാമിയുടെ അണ്ടി സ്വല്പം വലിപ്പമുള്ളതായിരുന്നു, അതുകൊണ്ട് അണ്ടി ഉത്സാഹിച്ച് സ്വാമി പരിപാടി ചെയ്ത കാരണമാണ് തീണ്ടാരിയായി എന്നുള്ളത് മകൾക്കറിയാം. മകൾക്ക് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ കിട്ടുന്നത് കിട്ടിയപ്പോൾ പോണ്ടാൻ പോയി എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കാര്യം അമ്മയ്ക്ക് ഗംഭീര വിശ്വാസമായി സ്വാമിന്. സ്വാമി അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരാം, അത് കഴിഞ്ഞ് നമുക്ക് ഈ ഓന്തും തലയിലുള്ള പണിക്ക് മറുത പണിയായിട്ട് നമുക്ക് അരണയിൽ കൊടുക്കാം. അതോടുകൂടി അവിടെ ഒരാൾ മരിക്കും, ആ കാര്യം ഉറപ്പാണ്. അത് നടന്നു കഴിഞ്ഞാൽ, അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് 5 ലക്ഷം രൂപ നിങ്ങൾ തരണം എന്ന് പറയും. ആൾ മരിച്ചിട്ട് തന്നാൽ മതി, പൂജ കഴിയുമ്പോൾ എനിക്കിതുപോലെ ഒരു ഫീസ് തന്നാൽ മതി. അതേപോലെ തന്നെ അവിടെ ഒരാൾ മരിച്ചാൽ എനിക്ക് നിങ്ങൾ 5 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞു. തരാം സ്വാമി, 5 ലക്ഷം രൂപ ഞാൻ തരാം. അങ്ങനെ സ്വാമി അവിടെ നിന്ന് പോയി. സ്വാമി അങ്ങനെ 7 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ മകളായിട്ടല്ല പിന്നെ പൂജ. പിന്നത്തെ പൂജ ഈ ഭാര്യയായിട്ടാണ്. ഭാര്യയോട് ചോദിച്ചു, എത്ര നാളായി നിങ്ങളുടെ ഭർത്താവ് ഗൾഫിലായിട്ട്? എൻ്റെ സ്വാമി ഒന്നും പറയണ്ട, അദ്ദേഹം കല്യാണം കഴിച്ച് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ പോയതാണ്. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ ആളെ ഞാൻ കാണുന്നത്. ആ 10 ദിവസത്തെ പരിപാടിയിലുണ്ടായതാണ് എൻ്റെ മോള്. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞ് വന്ന് ഒരു 15 ദിവസം നിന്ന് വീണ്ടും ആൾ പോയി. ഇപ്പോൾ 20 കൊല്ലമായിട്ട് അദ്ദേഹം ഗൾഫിൽ തന്നെയാണ്. ഇനി പറയണം, ഇനി നമുക്ക് സമ്പാദിക്കണം, കോടികൾ ഉണ്ടാക്കണം. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാണ്ട് പണിയെടുക്കാൻ പറ്റില്ല, അല്ലാണ്ട് തന്നെ ജീവിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ വരുള്ളൂ. ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന്. അല്ല മകളെ, അപ്പോൾ ഈ 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ മകളുടെ നല്ല പ്രായമൊക്കെ കഴിഞ്ഞ് പോയില്ലേ? പിന്നെ അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യാനാ? അദ്ദേഹത്തിൻ്റെ നല്ല പ്രായം കഴിഞ്ഞു പോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും ഉണ്ടാവില്ല, മകൾക്കും ഉണ്ടാവില്ല. മകൾ ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെനോപോസായി. അപ്പോൾ മകളുടെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ പിന്നെ ഒരു ഭർത്താവിനെ കിട്ടിയിട്ട് മകൾക്ക് എന്ത് ചെയ്യാനാ? അപ്പോൾ ഈ ഭാര്യ പറഞ്ഞു, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുക സ്വാമി, നമ്മളിപ്പോൾ ഈ മകളായി കുടുംബമായി ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന കാരണം നമുക്കൊന്ന് നമ്മുടെ ആഗ്രഹങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിൽ വെച്ച് അതിൻ്റേതായുള്ള അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനിപ്പിക്കുന്നു. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യാൻ, ഞാനിതിൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭവതി ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീട്ടിൽ ഒരു ലൈംഗിക ബന്ധം നടക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് ഒരു ലൈംഗിക ബന്ധം നടക്കണം. അതിനിപ്പോൾ എങ്ങനെ? ഭർത്താവ് ഗൾഫിലല്ലേ? ഭർത്താവ് ഗൾഫിലായാലും ഞാനിവിടെ ഉണ്ടല്ലോ. ഞാൻ ഈ മകളായിട്ടൊരു ലൈംഗിക ബന്ധം ഈ റൂമിൽ വെച്ച് നമ്മൾ ചെയ്യുന്നു. അത് ചെയ്തോടുകൂടി അത് കഴിഞ്ഞ് ഞാൻ ഈ പൂജ്യം കൂടി ചെയ്തിട്ട് ഈ അർണേന നമ്മൾ ഇന്ന് തന്നെ രാത്രി തന്നെ അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുന്നു. അത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ സ്വാമി അത് കാര്യം ചെയ്യാം, എനിക്ക് സമ്മതമാണ്. നല്ലൊരു നാളേക്ക് വേണ്ടി, പിന്നെ അതുമല്ല ഇത്രയും കാലമായിട്ട് ഞാൻ കാത്തിരിക്കുക. ഇപ്പോൾ ഇത്രയും സൗകര്യമായിട്ട് സ്വാമീനെ കാണുകയും ചെയ്തു, സ്വാമിക്കും എന്നോട് താല്പര്യമുണ്ടെന്ന് പറയുന്നത്, നമുക്ക് ബന്ധപ്പെടാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പൂജാ റൂമിൽ വെച്ച് തന്നെ ഇവരായിട്ട് ദുബായിക്ക് ഭാര്യയായിട്ട് സ്വാമി അടിപൊളിയായിട്ട്, അപ്പം അമ്മയും മകളായിട്ട് ബന്ധപ്പെടൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, മകളെ സന്തോഷമായ? അപ്പോൾ പറഞ്ഞു, സ്വാമി സന്തോഷമായി, പക്ഷേ ഇത് അതുകൊണ്ടായില്ല. നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും വിശക്കും, പിറ്റേ ദിവസം നേരം എടുത്താൽ വീണ്ടും വിശക്കും. ഇപ്പോൾ ഇത്രയും നാൾ എനിക്കിങ്ങനെ വിശപ്പ് ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് സ്വാമി ഇതൊക്കെ എനിക്ക് തന്നപ്പോൾ എനിക്ക് നല്ല വിശപ്പ് ഉണ്ടാവും രാത്രിയാകുമ്പോൾ ഇനി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അതിനാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ആശ്രമം ഞാൻ വിപുലീകരിക്കുന്നുണ്ട്. മകളൊരു കാര്യം ചെയ്യ്, അവിടേക്ക് പോകുന്നുള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ദാസിയായിട്ട് അവിടെ നമുക്ക് കഴിയാം. അല്ലാണ്ട് എന്നോ വരുന്ന ഇത് വായിക്കാരനെ ആലോചിച്ച് ഇവിടെ ഇരിക്കേണ്ട വല്ല കാര്യം ഉണ്ടാ. അപ്പോൾ പറഞ്ഞു, അത് ശരിയാവില്ല സ്വാമി, ആശ്രമത്തിലേക്കൊന്നും വരാൻ എനിക്ക് പറ്റില്ല. ഞാനിപ്പോൾ എന്തായാലും മകളുണ്ട്, മകൾക്ക് ഇപ്പോൾ ഇനി തീണ്ടാരിയായി, മകളുടെ കല്യാണമൊക്കെ കഴിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ആൾ വന്നില്ലെങ്കിലും ആ ഒരു നിലയ്ക്ക് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ സ്വാമിയുടെ ആശ്രമത്തിലേക്ക് എനിക്ക് വരാലോ. ആരും അറിയാണ്ട് ആശ്രമത്തിൽ വന്ന് എനിക്കൊന്ന് പരിപാടി ചെയ്ത് പോരാലോ. അതിന് നമുക്കിപ്പോൾ സ്വാമിയുടെ ദാസിയായിട്ട് വരുന്ന കാര്യമുണ്ടോ സ്വാമി? ഇല്ല. മകൾക്ക് അതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മതി, ഞാൻ ക്ഷണിച്ചു എന്ന് മാത്രം. അപ്പോൾ
ഇപ്പം നമ്മൾ ഈ മറ്റുള്ള പൂജയിലേക്ക് കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അരണേനെ കൊന്ന് അരണേരുടെ ഉള്ളിൽ ഒരു ആൾ രൂപം, അവരെ അടുത്ത വീട്ടിലെ ആളുടെ പേരും ആ മരിക്കേണ്ട ആളുടെ പേരും കാര്യങ്ങളൊക്കെ ഈ ആൾ രൂപത്തിൽ ആവാഹിച്ച് ഈ ആൾ രൂപം അരണേരുടെ ഉള്ളിൽ വെച്ച് അവർ തുന്നിക്കൂട്ടി അതിൽ കുറേ ഭസ്മങ്ങളൊക്കെ വെച്ച് ഒരു കുടത്തിലാക്കി, ഈ അരണേനെ ഒരു കുടത്തിലാക്കി അതിൻ്റെ ഉള്ളിൽ കെട്ടി വെച്ചിട്ട് രാത്രി 1 മണി നേരത്ത് അവരൊക്കെ ഉറങ്ങിയ നേരത്ത് അവരെ ബാക്കിൽ കൂടെ നടന്ന് സ്വാമി എന്നെ ചെന്ന് കുഴിച്ചിട്ടുണ്ടോ. സ്വാമി ഈ പെണ്ണും ഈ ദുബായിക്കാരൻ്റെ ഭാര്യയും കൂടി പിന്നെയും കൂടെ മതിൽ ചാടി നടന്ന് ഇവർ നടന്നു പോകുന്നതിൻ്റെ ഒരു കുറച്ച് നീങ്ങിയിട്ട് ഈ ഒരു കുഴി കുത്തിയിട്ട് അവിടെ ഇത് കുഴിച്ചിട്ടു. അത് കുഴിച്ചിട്ടിട്ട് ഇവർ പോന്നു. അത് കഴിഞ്ഞിട്ട് സ്വാമി പറഞ്ഞു, പിറ്റേ ദിവസം കാലത്ത് എല്ലാ ദോഷങ്ങളും നിങ്ങളുടെ മാറി, ഇനി നിങ്ങൾക്കൊരു ദോഷവും ഉണ്ടാവില്ല. ഞാൻ പറയണു 41 ദിവസത്തിനുള്ളിൽ നമ്മൾ ആഭാഗിച്ച് പേരെഴുതി അവിടെ അരണേരെ വയറ്റിൽ കൊണ്ട് കുഴിച്ചിട്ട് ആ തകിട് പണി തുടങ്ങും. അദ്ദേഹം മരിക്കുക അവിടെ. അദ്ദേഹം മരിച്ചാലേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന്, അവരെ കുടുംബം നശിക്കുകയും ചെയ്യും, നിങ്ങളുടെ കുടുംബം നന്നാവുകയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഈ വീടിൻ്റെ ഉള്ളിലുള്ള സകല അസ്ഥി കഷ്ണങ്ങളും നമ്മൾ ഹോമിച്ച് ബന്ധിച്ച് കഴിഞ്ഞു. ഇനി അവിടെ ഒന്നും നടക്കില്ല നിങ്ങൾക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യയ്ക്ക് വലിയ സന്തോഷമായി. അപ്പോൾ സ്വാമി പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, എനിക്ക് വിശപ്പ് വരുമ്പോൾ ഞാൻ അങ്ങോട്ട് വരേണ്ട ആശ്രമത്തിലേക്ക്, ഭവതിക്ക് വേണ്ടി ആ ആശ്രമം എപ്പോഴും അവിടെ തുറന്നിട്ടിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാമി പോയി. ഇവരിവിടെ ഓരോ ദിവസം എണ്ണിയിരുന്നു. ഭർത്താവ് ദുബായിലും ഓരോ ദിവസം എണ്ണിയിരുന്നു. അദ്ദേഹത്തിൻ്റെ അയലോകത്തുള്ള ആളുടെ തല എന്നാ തെറിക്കണ് എന്ന് നോക്കിയിട്ടാണ് ഇവരിവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് 35ാമത്തെ ദിവസം ആ വീട്ടിലെ അവിടുത്തെ അയാൾ ഈ കൂടോത്രം വലിച്ചു, അയാൾ അറ്റാക്കായിട്ട് മരിച്ചു. ഇതിപ്പോൾ അയാൾക്ക് വെറുതെ അറ്റാക്ക് വന്നാണോ അത് ഈ അരണയിലെ ഉള്ളിൽ ഈ കൂടോത്രം അദ്ദേഹത്തിന് മരിച്ചതാണോ എന്നൊന്നും അറിയില്ല. അദ്ദേഹം 35 കഴിഞ്ഞത്തെ ദിവസം അദ്ദേഹം മരിച്ചു. ഇവർക്ക് വലിയ സന്തോഷമായി. അവിടെ കരച്ചിലും തെക്കും നിരക്കും ബഹളം, ഇവിടെ കൈകൊട്ടുകളിയും ചെറിയ സന്തോഷം. ഉടനടി ഭാര്യ നേരിട്ട് സ്വാമിയുടെ ആശ്രമത്തിൽ വന്നു. സ്വാമി, അദ്ദേഹം അറ്റാക്കായിട്ട് മരിച്ചു. സ്വാമി വലിയൊരു കാര്യം ഞങ്ങൾക്ക് ചെയ്തു തന്നത്, സ്വാമിക്കുള്ള പൈസ ഇത് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നു പറഞ്ഞ് സ്വാമിയുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപ കൊടുത്തു. പുനരുദ്ധാരണ ഫണ്ടിലേക്ക് അതിനേക്കാളും കൂടുതൽ പൈസ കൊടുത്തു. അടിപൊളി. ഇടയ്ക്കിടയ്ക്ക് സ്വാമിയുടെ അവിടെ പോയിട്ട് ഈ ദുബായിക്കാരൻ്റെ ഭാര്യ വിഷമിറക്കി. അപ്പോൾ പിന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വിഷമിറക്കി കഴിഞ്ഞാൽ പിന്നെ ദുബായിക്കാരൻ ഇപ്പോൾ 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞ് വന്നാലും ഒരു പ്രശ്നമില്ല. സ്വാമിക്കും സന്തോഷം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പരികർമ്മി എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരികർമ്മിയും ചിലപ്പോൾ വിഷമിറക്കി കൊടുക്കും. അങ്ങനെ ആ മകളുടെ കല്യാണം കഴിഞ്ഞു. ആ മകൾക്ക് ഇപ്പോൾ കുട്ടികളായി. ഇപ്പോൾ ദുബായിക്കാരൻ ദുബായിൽ നിന്നിട്ട് വന്നു. അതോടുകൂടി അപ്പുറത്തെ വീട്ടുകാരെന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം മരിച്ചതോടുകൂടി അവരുടെ ബിസിനസ്സൊക്കെ തകർന്ന് അവരുടെ കുടുംബമാകാൻ കടത്തിൽ മുങ്ങി ആ സ്ഥലം വിറ്റു അവർ. അപ്പോൾ അവർ വിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്നെ വേറെ ആളെ വെച്ചുകൊണ്ട്, ഇവർക്ക് കൊടുക്കില്ല, ഇവരെന്നെ വേറെ ആളെ വെച്ചുകൊണ്ട് ആ സ്ഥലം അവരെ പേരിൽ മേടിച്ചിട്ട് ഇവർക്ക് വിറ്റു. അപ്പോൾ എന്തുണ്ടായി, രണ്ടും കൂടി ഒരൊറ്റ കോമ്പൗണ്ടായി. ആ ഒരു സ്ഥലത്ത്, ആ താമസിക്കുന്ന സ്ഥലത്ത് അവർ വാടകയ്ക്ക് കൊടുത്തു. അങ്ങനെ കൂടോത്രം വലിച്ചതാണോ അതിനിപ്പോൾ വേറെ എന്തെങ്കിലും ആണോ എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.